ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ പോകുന്നത് വാടാനപ്പള്ളിയിലുള്ള അറപ്പ ബീച്ചിലാണ്. ഇൻസ്റ്റയിലൊക്കെ കാണുന്ന റീലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 1.5-3 മണിക്കൂറുള്ളൂ. പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റയിലാണ് ഞാൻ ആ സ്ഥലം കാണുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോ തൃപ്രയാർ അമ്പലത്തിന്റെ അടുത്ത് മാപ്പ് ഇട്ടിട്ട് പോകാന്ന് വിചാരിക്കുന്നു. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, 1.5 മാസമായിട്ടുള്ള വണ്ടി ഓടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ട്രാഫിക് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് പറയാം. അപ്പൊ നമുക്ക് പോവാം. തൃപ്രയാർ അമ്പലത്തിന്റെ പിന്നിലുള്ള കവാടാണ് കേട്ടോ. ഓക്കെ, അവിടെ ഒന്ന് പണി നടക്കണമെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. പണി ഉണ്ടാവോ? തൃപ്രയാർ ആത്മാവ് എത്താൻ പോകുന്നു. നമ്മളിപ്പോ തൃപ്രയാർ സെന്ററിലെത്തി. എന്നോട് ഡ്രൈവ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മള് മുന്നിലെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ മുന്നിലത്തെ വണ്ടിയുടെ ടയർ കാണാൻ ഇത്ര ഡിസ്റ്റൻസ് വേണം. സോ ആ ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യണം, നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നിൽ ഇങ്ങനെ വന്ന് ഹോൺ അടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തട്ടി പിടിച്ച് വണ്ടി എടുക്കാറില്ല. തൃപ്രയാർ ശ്രീരാമക്ഷേത്ര കവാടം ആണിത്. അങ്ങനെ ഇതൊരു ടാസ്ക് ആയി. ഇവിടെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ക്രോസ് ചെയ്യുന്നു. പക്ഷെ പോലീസ് ചേട്ടനുള്ള കാരണം കുഴപ്പമില്ല. സാധാരണ ഇവിടെ പോലീസൊന്നും ചിലപ്പോൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര ഇടിയായിരിക്കും ക്രോസ് ചെയ്യാനായിട്ട്. പക്ഷെ കുഴപ്പമില്ല. ഇനി ഇതിന്റെ മുമ്പിൽ നമ്മൾ പോകേണ്ടി വരും. ഇതിന്റെ പിന്നിൽ നമ്മൾ പോകേണ്ടി വരും. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. അപ്പോൾ ഈ വഴി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ വഴിയാണ്. അപ്പോൾ എനിക്കൊരു പേടി, ഈ വഴി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓപ്പോസിറ്റ് വണ്ടി വരികയാണെങ്കിൽ എങ്ങനെ റിവേഴ്സ് എടുക്കാനൊക്കെ പഠിക്കണുള്ളേ, അതൊരു ബുദ്ധിമുട്ടാവും തോന്നി. അപ്പോൾ റോട്ടിലോടിക്കുമ്പോൾ ഒരു ധാരണ വെച്ച് പോയാൽ തന്നെയാണ് ഒരു അപകടമൊന്നും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ വണ്ടിക്ക് സൈഡ് കൊടുത്തു. ഞങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞ് വേറെ വഴി കാണിച്ചു തരുന്നുണ്ട്. ഗൂഗിൾ മാപ്പിന് അങ്ങനെയാണല്ലോ, വേറെ വഴി കാണിച്ചു തരും. അപ്പോൾ ആ വഴിക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ വഴി എടുത്തു കേട്ടോ. ഒരു 15-20 മിനിറ്റോളം ഞങ്ങൾ ചുറ്റിട്ടോ. അതിനുശേഷം ഞങ്ങൾ ഒരു ബീച്ചിലേക്ക് എത്തി. ബീച്ചിൻ്റെ പേരൊന്നും ചോദിക്കരുത്, ബീച്ചിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹതീരത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ അർപ്പാത്തോട് പാലം, അതായത് നമ്മുടെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഈ സ്ഥലം കാണാൻ ആഗ്രഹമുള്ളവർ ഇപ്പോൾ കൊടുങ്ങല്ലൂർ, എറണാകുളം ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ സ്നേഹതീരം ഇട്ടാൽ മതി ലൊക്കേഷൻ. സ്നേഹതീരം ഇട്ടുന്നുണ്ടെങ്കിൽ സ്നേഹതീരം എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ നേരെ പോകുന്ന റോഡ് ഒരു 10-5 മിനിറ്റ് കഴിഞ്ഞ് ഈ അർപ്പാത്തോട് പാലാണ്. ഈ ഒരു ലൊക്കേഷൻ നമ്മൾ എത്തുക. ഞങ്ങൾ അർപ്പ ബീച്ചിൽ നിന്നാണ് ലൊക്കേഷൻ ഇട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വാടാനപ്പള്ളിയിലാണ് എത്തിയത്. വാടാനപ്പള്ളി തോന്നുന്നു എത്തിയത്, കറക്റ്റായിട്ട് അറിയില്ല, വഴി തെറ്റിയാറിന് എവിടേക്ക് എത്തിയെന്ന് അറിയില്ല. അവിടെ നിന്ന് ഞങ്ങൾ സ്നേഹതീരം ഈ റൂട്ട് എടുത്തപ്പോൾ സ്നേഹതീരം എത്തി. അപ്പോൾ സ്നേഹതീരം എത്തിയപ്പോഴാണ് ഈ റൂട്ട് സ്നേഹതീരത്തേക്കാണെന്ന് മനസ്സിലായത്. സൂപ്പർ ഡ്രൈവ് ആയിരിക്കും കേട്ടോ. ഇപ്പുറത്ത് കടൽ, നല്ല അടിപൊളി ഡ്രൈവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇതും ചില റീൽസിലൊക്കെ നമ്മൾ ഈ സ്ഥലവും കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ഡ്രൈവ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. മഴ പെയ്തിരുന്നില്ല, നല്ല മഴക്കാരുണ്ടായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ മഴ പെയ്യുന്ന വിചാരിച്ച, പക്ഷെ മഴയൊന്നും പെയ്തിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. ഇത് കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല രസമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഞാനിങ്ങനെ പഠിച്ച് വരുന്നതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അർപ്പാത്തോട് പാലത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഈ അർപ്പാത്തോടിൻ്റെ അപ്പുറത്തെ വശം ബീച്ചാണ് കേട്ടോ, കടലിലേക്കാണ്. ഈ തോടിൽ നിന്നുള്ള വെള്ളം ഈ സൈഡിൽ കൂടെ ചെറുതായിട്ട് പോകുന്നത് ഈ ബീച്ചിലേക്കാണ്, കടലിലേക്കാണ് പോകുന്നത്. ഇവിടെ സേവ് ദ ഡേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അവിടെയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് സൂപ്പറായിട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളം കുറവായാലാണ് ഇത്രയും ചെറുതായിട്ട് രീതിയിൽ വെള്ളം കടലിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് തോട് നിറയുകയാണെങ്കിൽ നല്ല രീതിയിൽ വെള്ളം പോവും. ശരിക്കും എന്താ പറയുക, ഈ തോടും കടലും തമ്മിൽ നല്ലോണം ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോഴായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിരിക്കാം. ഈ ആൾക്കാർ ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ കളിച്ചിരുന്ന ഒരാൾ മരിക്കാൻ പോയി, അതായത് കളിച്ച് കുളിച്ച് കടലിലറ്റം വരെ എത്തി. അപ്പോൾ മരിക്കാനായി പോയി. പിന്നെ നാട്ടുകാരും അവരൊക്കെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ആളെ മുങ്ങിയെടുത്ത് കരയ്ക്ക് കയറ്റിയതാണ്. അപ്പോൾ നാട്ടുകാർ നന്നായി ചീത്ത പറയുന്നുണ്ട്. കാരണം ഓൾറെഡി അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, സേഫ് ആയിട്ടിരിക്കണം, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപകടത്തിൻ്റെ. എന്നാലും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റായിട്ട് പോലും ഇറങ്ങി നന്നായി കളിക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു മാസം മുന്നേ ഒരു ആൾ മരിച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നാട്ടുകാർക്ക് ഒന്നുകൂടി ദേഷ്യം കൂടും.
ഞാൻ ആദ്യം തോന്നുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു അത് കഴിയട്ടെ. അതുകൊണ്ട് ഞാൻ ബീച്ചിൽ പോയത്. ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നു കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ വീഡിയോസൊക്കെ കണ്ട് ആ സ്ഥലം നേരിട്ട് കാണുമ്പോൾ നമ്മൾ ആ പോകുന്ന സമയം, ക്യാമറ ക്വാളിറ്റി, എടുക്കുന്ന രീതി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എനിക്ക് അർപ്പാത്തോട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്ലസ് എനിക്ക് കൂടുതൽ ഇഷ്ടമാവാൻ കാരണം ആ തോട്ടിൽ നിന്ന് കടലിലേക്ക് പോകുന്ന വെള്ളം പോകുന്ന ആ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഒരു തോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം, ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കടലിലേക്ക് പോകുന്ന അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അർപ്പാത്തോട് പാലം ഞങ്ങൾ കണ്ടു. അർപ്പാത്തോട് പാലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചത് സ്നേഹതീർത്ഥിക്കാണ്. ഈ വഴി നേരെ പോകുന്നത് സ്നേഹതീർത്ഥാണ് കേട്ടോ. സ്നേഹതീർത്ത് പോയി കുറച്ച് നേരം ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയായി. ഇപ്പോൾ ഒരു 6 മണി സമയമായിട്ടോ. ഈ സമയം വിളിക്കുമ്പോൾ ഒരുപാട് പേര് വീഡിയോസ് എടുക്കാൻ വന്നു തുടങ്ങിയിട്ട് ഇവിടെ ഒരുപാട് പേര് സെൽഫീസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇവിടെ വന്നു തുടങ്ങി. തിരക്കായി തുടങ്ങി. റോട്ടിൽ കൂടെ നല്ലോണം വണ്ടികളുണ്ട്. ഇതിപ്പോൾ സ്നേഹതീരാണ് കേട്ടോ. സ്നേഹതീരാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.